ഹലോ, വെൽക്കം ബാക്ക് ടു സീമാസ് വ്ലോഗ്. നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്, പ്രിപ്പറേഷൻസ് ആണ്. ഈ വർഷത്തെ വിഷു ഇങ്ങെത്തി. അപ്പോൾ അത് നമ്മൾ വിഷുവിന് അറിയാലോ, എപ്പോഴത്തെയും പോലെ കൊന്നപ്പൂ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അടുത്ത് നമ്മൾ നെയ്ബർ ആയിട്ടുള്ള സബിതേൻ്റെ വീട്ടിൽ കൊന്നപ്പൂ ഉണ്ട്. അപ്പോൾ നമ്മളോട് പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് കൊന്നപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടി പോകാൻ പോവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ പുറത്ത് പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. അച്ഛൻ ദേ തലയിൽ തോർത്ത് മുണ്ടൊക്കെ ഇട്ടിരുന്ന് തോട്ടി കിട്ടുക. അച്ഛൻ ഇങ്ങനെയല്ല, ഒരു വലിയ തോട്ടി. നമ്മൾ ഇന്നാളെ ചക്ക പറിച്ച തോട്ടി എടുത്തോണ്ട് വന്ന്. അതപ്പോൾ അമ്മ പറഞ്ഞ് ഇതെന്തിനാന്ന് പറഞ്ഞ് അച്ഛനോട് വേറെ തോട്ടി എടുത്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പം അച്ഛനെ ഒരു കുഞ്ഞ് കമ്പെടുത്തിട്ട് തോട്ടി കിട്ടുക ഇന്ന് കൊന്നപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പള്ളിക്കത്തോട് കടയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. ചൂടായിട്ട് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ എന്തൊരു ചൂടാണ്, ഭയങ്കര വെയിലുണ്ടോ അച്ഛാ? എങ്ങനെയുണ്ട് വെയില്? സൂപ്പറാണോ? അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാം, അച്ഛനും കപ്പിയാരും കൂടെ കൊന്നപ്പൂ പറിക്കാൻ പോകുന്നത്. അമ്മ ഭയങ്കര കൗണ്ടറാണ് കേട്ടോ. അമ്മ ഭയങ്കര തമാശ പറച്ചിലാണ് അല്ലേ അച്ഛാ? അമ്മ വലിയ ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ മിണ്ടാതെയൊക്കെ ഇരിക്കും. പോയാലോ അച്ഛാ? ഓക്കെ, നമ്മളപ്പോ 18-ാം പടി ഇറങ്ങി പോണം. നല്ല വെയിലുണ്ട്. ഇപ്പൊ പോയില്ലെങ്കിലേ അവിടെ പൂ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എല്ലാ ആൾക്കാരും പൂ പിച്ചിക്കൊണ്ട് പോവും. അപ്പോൾ ഞാനും അച്ഛനും കൂടി ഇതേ കൊന്നപ്പൂ പറിക്കാൻ പോകുന്നു. അതാണ് ഞങ്ങളെ ബാക്കിലാണ് ഞങ്ങളുടെ 18-ാം പടി വീട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഈ വെയിലത്ത് തന്നെ അവരാരും അവിടെ ഇല്ല വീട്ടിൽ. അവരെല്ലാവരും ഓരോ സ്ഥലത്ത് പോയിരിക്കുക, ജോലിക്കും പഠിക്കാനും ഒക്കെ പോയിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞ് പറിച്ചു പോകാൻ പറഞ്ഞു. അവർക്ക് ഇത്തവണ വിഷു ഇല്ല. അപ്പം അതുകൊണ്ട് അല്ല വെച്ചാ, അവർക്ക് ഇത്തവണ വിഷു ഇല്ല. അപ്പം നമ്മളോട് പൂ പറിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഈ പൊരി വെയിലത്ത് പോവാണ്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം സൺടാനൊക്കെ അടിച്ച് ഭയങ്കര ഇതായിരുന്നു. നോക്കി വെച്ചാൽ ഇതിൽ ചക്ക വെച്ചത് കണ്ടോ? ദേ ഗൈസ് കണ്ടോ? വിയറ്റ്നാം എയർലിയാണെന്ന് തോന്നുന്നു, കൊച്ചു ചക്ക. നമ്മളെവിടെയും കായ്ക്കുമായിരിക്കും. അയ്യോ അച്ഛ, ഇവിടെ തോട്ടി ഉണ്ടായിരുന്നു അച്ഛാ. ദേ ഇരിക്കുന്നു. കിട്ടി ഗൈസ്, ഒരു തോട്ടി കിട്ടി. ദേ അച്ഛ വായ പറിക്കാം. ഞങ്ങൾ ഇവിടുന്ന് പറിക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഇതാണ് കൊന്ന. എന്തോരം പൂവുണ്ടായിരുന്നെന്നറിയോ? നിറയെ കൊന്നപ്പൂ ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു പോയി അല്ലേ അച്ഛാ? അപ്പൊ നമ്മൾ കൊന്നപ്പൂവൊക്കെ പറിച്ചതേ. അടിപൊളി കൊന്നപ്പൂ അല്ലേ അച്ഛാ? വിഷു കൊന്നപ്പൂ. അങ്ങനെ നമുക്ക് കൊന്നപ്പൂ കിട്ടി അല്ലേ അച്ഛാ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കൊന്നപ്പൂ അല്ലേ? അത്യാവശ്യം. അതെ, ഇവിടെ കൊന്നമരം ഉണ്ട്, കയറുന്നതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് പൂത്തില്ല. എൻ്റെ ഇവിടെ ഒരു മീറ് കടിച്ച്. അങ്ങനെ നമ്മൾ കൊണ്ടുപോയ തോട്ടി വേണ്ടി വന്നില്ല. അവിടെ തോട്ടി ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ കൊന്നപ്പൂട്ടി. താങ്ക് യു സബിത. സബിത ഇപ്പം വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് കൊന്നപ്പൂ പറിച്ചോളൂ, അല്ലെങ്കിൽ കൊന്നപ്പൂ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പറിക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള കൊന്നപ്പൂവെല്ലാം ഞാനും അച്ഛനും കൂടി പറിച്ചു അല്ലേ. ഇനി 18-ാം പടി കയറി ഈ വെയിലും കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോൾ ഞങ്ങൾ വീണ്ടും ക്ഷീണിക്കും. അമ്മ സൂപ്പർ അല്ലേ? അപ്പം നമ്മുടെ വിഷുവിൻ്റെ ഷൂട്ട് വിഷുവിൻ്റെ തലേ ദിവസം പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷു പ്രിപ്പറേഷൻസിൽ അതിനിടയിൽ
വിഷുവിൻ്റെ ഷൂട്ട് എടുക്കാനായിട്ട് ഇവിടെ പാടത്തേക്ക് വന്നു. ഏതാ കാണുക ഈ പാടത്തിൻ്റെ പേര്? മറ്റക്കര തുരുത്തിപ്പള്ളി. മറ്റക്കര തുരുത്തിപ്പള്ളി. മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്തത് രാജേഷ് കലാ മീഡിയ. രാജേഷാണ് ഇപ്പം നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. വരുന്നൊന്നുമില്ല, ഇനി വിശേഷങ്ങളുണ്ട്. ഇനി ഇവിടുന്ന് കയറണമെങ്കിൽ പഞ്ചവർണ്ണ പൈങ്കിളി കത്തി നല്ല പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി ഇന്നെനിക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി, വിഷുവിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കാൻ പോകാതെ ഇറങ്ങിയ സമയത്ത് കറണ്ടില്ലായിരുന്നു, അതുകൊണ്ട് അരച്ചില്ല. ഇപ്പം അതേ അരച്ചിക്കാൻ വേണ്ടി പോവാം. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനും വെക്കണമല്ലോ. ഇറങ്ങിയ സമച്ച് വെച്ചിട്ട് ഷൂട്ടിന് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ എങ്കിൽ കറണ്ട് ചതിച്ചു ഗൈസ്. എല്ലാ പ്രാവശ്യവും വിഷുവിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം അവിടെ ഉണ്ടാക്കാറുണ്ട്, ഇവിടെ ആദ്യത്തെ വിഷു. അച്ഛാ, മടിച്ചിരിക്കാണ്ട് വായോ, പോവാ നമുക്ക്. മടിച്ചിരിക്കാണ്ട് വായോന്ന്. വരുന്നില്ലേ? ഞങ്ങൾ തിരുവഞ്ചൂര് അമ്പലത്തിൽ കൊടിയേറ്റ് കാണാൻ വേണ്ടി പോവാണ്. ഇതും ഇതിനിടയിലാണ് കേട്ടോ, വിഷുവിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കൊടിയേറ്റ് കാണാൻ വേണ്ടി പോകുന്നത്. അമ്മ വന്നില്ല, ഞാനും അച്ഛനും കണ്ണനും. വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ അമ്പലത്തിൽ കൊടിയേറ്റ്. അപ്പം അതുകൊണ്ട് സമയമാവാറായി, നമ്മൾ എത്തുമെന്ന് അറിയില്ല. 8 മണിക്കാണ് കൊടിയേറ്റ്, ഇപ്പോൾ ഒരു 7:40. സോ ഫാസ്റ്റായിട്ട് പോകുന്നു. അച്ഛൻ ടോർച്ചൊക്കെ കൊണ്ട് പിന്നാലെ വരുന്നു, കണ്ണൻ്റെ മുന്നിൽ പോകുന്നു വണ്ടി എടുക്കാനായിട്ട്. പറഞ്ഞ് ഓടുക. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഞങ്ങൾ കൂട്ടരാം. അമ്മേ എത്തിപ്പോയി. 8 മണിക്ക് 8 കഴിയും. 8 കഴിയുമെന്ന്. അപ്പം നമ്മളെന്തായാലും എത്തും അല്ലേ? 8 കഴിയുമ്പോഴാണ്. റൈറ്റ് ഇടുകയാണ്, കാണുന്നില്ല, റോഡൊന്നും കാണുന്നില്ല, ഫുള്ളി ഇരുട്ട്. ഹൈ റേഞ്ചിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലേക്ക്. അച്ഛൻ ബാക്കിൽ പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അച്ഛൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടെന്ന്. നമ്മളെ റൈഡർ ഓടിച്ച് കറക്റ്റ് സമയത്ത് എത്തിച്ചു. അങ്ങനെ ഞങ്ങളതേ അമ്പലം എത്തുന്നു. കുടിയേറ്റെല്ലാം കൂടി ആദ്യമായിട്ടാണ് ഇവിടെ കോട്ടത്തെ കുടിയേറ്റ് കൂടുന്നത്. നിങ്ങൾ തിരുവഞ്ചൂര് കുടിയേറ്റെല്ലാം കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലെത്തിരിക്കുകയാണ്.
ഭയങ്കര ചൂട്. മടുത്തു. അല്ല 8 മണിക്ക് വരെ ആൾക്കാർ അടക്കണ പോയി ഇവരെ ചൂടെടുക്കത്തില്ലേ, പോകഞ്ഞു പോയി. അച്ഛനോട് കൊണ്ട് അമ്മാനോട് ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്. അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മാനാണ് അച്ഛനും അമ്മാവനും അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടായുടെ വീട് തിരുഞ്ചൂരെ. ഇവിടെ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിഷുവിന്റെ പരിപാടികൾ തുടങ്ങി. ഇന്നങ്ങനെ ഫുൾ ഓട്ടം വരുന്നു കേട്ടോ. ഫുൾ ഓട്ടം. സമയം അതെ, ഓടി സമയം 9:30 രാത്രി. ഇനി വേണം വീട്ടിൽ പോയിട്ട് വിഷുക്കണി ഒരുക്കണം, ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അച്ഛന് വിശക്കുന്നൊക്കെ പറയാം. അച്ഛൻ ഈ സമയം 10 ഉറക്കമാവുന്നതാ. അതെ, അച്ഛൻ ഇന്ന് അതെ കൊടിയേറ്റ് എത്ര വർഷം കൂടി കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ. എത്രയും പോലും കൊടിയേറ്റ് കണ്ടിട്ടില്ല. അച്ഛൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഇവിടെ കൊടിയേറ്റ് കാണുന്നത്. കൊടിയേറ്റ് ആദ്യമായിട്ട് കാണുന്നത് അല്ലേ? എന്നിട്ടാണ് അച്ഛൻ ആദ്യം വരാൻ വേണ്ടി മടിച്ചത്. വരാൻ പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന്. അങ്ങനെ ഇനി വീട്ടിൽ പോയിട്ട് വേണം കണ്ണന് വീണ്ടും ജോലിക്ക് പോവാൻ. അന്തവും കുന്തവും ഇല്ലാത്ത ജോലി അല്ലേ? പറ. പോയാലേ എനിക്ക് പൂ കിട്ടത്തുള്ളൂ. ഇനി വന്നിട്ട് വേണം പൂ കൊണ്ടുവരാൻ. യെസ്, പൂ അവിടെ ആയിപ്പോയി. അതെ, പിന്നെ എനിക്ക് ഇച്ചിരി തലയിൽ വെക്കാനും. അങ്ങനെ ഞങ്ങള് കൊടിയേറ്റിന് പോയി. അതന്നെ, കൊടിയേറ്റിന് പോയി തിരിച്ചു വരുന്നു. കണ്ണൻ പോയി ഞങ്ങളിവിടെ വിട്ടിട്ട്. 10 മണിയാവാൻ പോകുന്നല്ലേ വെച്ചാ? 10 മണിയായി. 10 മണിയായി. അമ്മ തകർത്ത സീരിയൽ കാണുകയാണെന്ന് തോന്നുന്നു. ഇനി 18-ാം പടി കയറി ഇവിടേക്ക് എത്തണം. അമ്മ സീരിയൽ കാണുന്നില്ല, അമ്മ ഫോണിൽ റീൽസ് കാണും. യെസ്, ഉറങ്ങുവാണോ? മുൻപ് തൊട്ടുള്ള ശീലമാണ് കേട്ടോ. കണ്ണനുള്ള തുളസി മാല എൻ്റെ കൈകൊണ്ട് തന്നെ കെട്ടിയാണ് ചാർത്താറുള്ള, കണി കാണാനായിട്ട്. തുളസിയും അതിനിടയിലായിട്ട് തെച്ചിപ്പൂവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കെട്ടി ചാർത്താറുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇവിടെ തന്നെ ഉള്ള തുളസിപ്പൂവാണ് മിക്കപ്പോഴും ഞാൻ വാങ്ങാറാണ് പതിവ്, അവിടെ വെച്ചിട്ടാണെങ്കിൽ. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ തുളസിയുണ്ട്, തെച്ചിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കോർത്ത് കെട്ടി കണ്ണനൊരു മാല സമർപ്പിക്കുന്നുണ്ട്. അതെല്ലായ്പ്പോഴും വിഷുവിന് ഞാൻ കെട്ടി സമർപ്പിക്കാറുള്ളതാണ്. ഇത്തവണയും അത് മുടങ്ങാണ്ട് കണ്ണന് മാല കെട്ടി സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണന് ചാർത്താൻ മാല തയ്യാറാക്കി കഴിഞ്ഞു. നല്ല കുഞ്ഞു മാല, തുളസിയും തെച്ചിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കെട്ടിയ കുഞ്ഞു മാല. വിഷുവായിട്ട് ഉണ്ണിക്കണ്ണന് നിവേദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാ തവണയും അവിടെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്തവണ ആദ്യമായിട്ട് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം. അപ്പം മാവ് ഞാൻ ഒരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നാളികേരം വറുത്തതും കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോഴേ നമ്മൾ കുറച്ച് നേരം കൂടുതൽ നേരം വച്ചേക്കുമ്പോഴാണ് നമ്മൾ ആ പരുവം കിട്ടുക. ഞാൻ കുറേ ഈ വിഷു സമയത്ത് മാത്രമാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. ഒരിക്കൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വിഷുവിന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ അത് ഒരാൾ ഇവിടുന്ന് പറന്നെത്തി, അല്ലേ വീഡിയോഗ്രാഫർ? അത് നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കല്യാണം, എൻഗേജ്മെന്റ്
ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും അല്ല. ഈ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ലുലു മാളിൽ പോയപ്പോൾ വാങ്ങിയതാണ്, കണ്ടിഷ്ടപ്പെട്ട്. ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലായിരുന്നു കേട്ടോ, അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയതാണ്. നല്ല നല്ല ചൂട് കെട്ടിയുള്ള ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്വാദായിരിക്കും ഉണ്ണിയപ്പത്തിന്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഉണ്ണിയപ്പത്തിന് ഞാൻ എടുത്തിട്ടുള്ള 2 കപ്പ് അരി, 300 ഗ്രാം ശർക്കര പാനി കാച്ചി, അരി കുതിർത്ത് അരിയിൽ ഒഴിച്ച് അരച്ച്, 3 പാളയംതോടൻ പഴം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അതിനുശേഷം ഉണ്ടാക്കാൻ നേരത്ത് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും എള്ളും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. എന്നിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് മയം കിട്ടുക ഉണ്ണിയപ്പത്തിന്. ഓക്കെ, നമ്മുടെ ചട്ടി ചൂടായി വരുന്നു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇതിൻ്റെ കിണ്ണത്തിൻ്റെ ഒരു പകുതി വരെ മാത്രമേ ഓയിൽ നിൽക്കാവൂ, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിൽ കൂടി തിളച്ച് നമ്മളെ ഈ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് മറിയും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പകുതി ഇതിൽ മാത്രം ഓയിൽ നിൽക്കണം, കൂടുതൽ ഇതായിട്ട് ഓയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ടിപ്പ്. അറിയാൻ പാടില്ലാത്തവർക്ക് കേട്ടോ, അറിയുന്നവർക്ക് അറിയാം അല്ലേ അമ്മ? ചൂടായിട്ടില്ല? ചൂടാവുന്നോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് നോക്കുമ്പം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒഴിക്കും. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ണിയപ്പം ഇങ്ങനെ ക്ലോസ് കാണിക്കും. ഒരുപാട് തീ ഇടാണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയ പരുവാണെന്ന് കണ്ടോ, ഉണ്ണിയപ്പം തനിയെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു വരും കണ്ടോ. അപ്പൊ നമ്മളെ ഉണ്ണിയപ്പം സക്സസ്. കാരണം ഞാൻ പകുതി മാവ് പകുതി അരയിലിട്ടിട്ട് പോയി, അപ്പൊ കറണ്ട് പോയി. അപ്പൊ അമ്മയാണ് ബാക്കി അരച്ചത്. അപ്പൊ അമ്മയ്ക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് കേട്ടോ. ക്രെഡിറ്റ് ഗോസ് ടു അമ്മ. അമ്മ ഉണ്ണിയപ്പം കുടുംബശ്രീയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലാന്ന് അല്ലേ അമ്മ? ചെറു തീയിൽ കിടന്ന് വേണം കേട്ടോ ഉണ്ണിയപ്പം ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല. ഇപ്പം കുഞ്ഞു തീയിൽ നല്ല ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഉണ്ണിയപ്പച്ചട്ടി, ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ചില ചട്ടിയിലൊക്കെ ഇളകി വരാനും പാടാണല്ലോ, പക്ഷെ ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരും കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം പാകമായി വരുന്നുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. തീ നല്ല കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള കഴിവുകളെല്ലാം പകർന്നു കിട്ടിയ എവിടെ നിന്ന് അറിയണം. യെസ്, എൻ്റെ അമ്മയ്ക്ക് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അമ്മ എല്ലാ പലഹാരങ്ങളും നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കും. എന്നെക്കാളും സൂപ്പറായിട്ട് ഉണ്ടാക്കും. എനിക്ക് തന്നെ അത്ഭുതമാണ്. അച്ചപ്പം, ഉണ്ണിയപ്പം, എല്ലാ പലഹാരങ്ങളും. സോ ഷീസ് വെരി ടാലൻറ്റഡ്. ചില നേരത്ത് സ്വഭാവം മാത്രം ഇച്ചിരി ദേഷ്യക്കാരി എന്നേ ഉള്ളൂ, പക്ഷെ അമ്മയെല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കും. കുക്കിംഗ് എക്സ്പേർട്ടാണ്. എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടിയത്. അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തില്ലെങ്കിൽ ഞാനിതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മളെ ടാലൻ്റ് നമ്മൾ ഉണ്ണിയപ്പം റെഡിയായി. അയ്യോ ഗൈസ്,
കൃഷ്ണന് നീതിക്കാനുള്ള ഉണ്ണിയപ്പം റെഡിയായി. സ്പൂൺ അളവാണ് കേട്ടോ ഉണ്ണിയപ്പം. അതുമല്ല ഈ കിണ്ണം നിറയെ ഒഴിക്കരുത്. നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചർ അല്ലാതായി പോവും, എക്സ്ട്രാ ഒക്കെ വരും അതിൽ. അപ്പോൾ നമ്മൾ നിറയെ ഒഴിക്കരുത്. ഒരു അരയുമല്ല മുക്കാലുമല്ല, അങ്ങനെ ഒരു തരത്തിൽ വേണം ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കാൻ. നമ്മൾ 2 കപ്പ് അരി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ഷേപ്പുമായിട്ടും നല്ല ഭംഗിയായിട്ടും നല്ല സോഫ്റ്റും ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരുവം, ആ മാവിൻ്റെ ടെക്സ്ചർ ഒക്കെയാണ് നമുക്ക് ഉണ്ണിയപ്പം നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാ പ്രാവശ്യവും ഉണ്ണിയപ്പം നല്ല ഭംഗിയായിട്ട് വരാറുണ്ട്. അത് നല്ല പാത്രത്തിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് ഇളകി തനിയെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരികയും ചെയ്യും. ലാസ്റ്റ് ഉണ്ണിയപ്പം കൂടെ ഒഴിക്കാം. ഒരു ഉണ്ണിക്കണ്ണനൊരു കുഞ്ഞു ഉണ്ണിയപ്പം കൂടെ കിട്ടും. ഉണ്ണിക്കണ്ണനൊരു കുഞ്ഞു ഉണ്ണിയപ്പം കൂടി കിട്ടും. കണ്ണൻ ഉണ്ണിയപ്പം കൊടുക്കുന്നത് കണ്ണന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഭഗവാനെ നേദിച്ചതിന് ശേഷം നമ്മൾ എടുക്കും. ഇപ്പോൾ കണി വയ്ക്കുമ്പോൾ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഉണ്ണിയപ്പം വയ്ക്കും. ഉണ്ണിക്കണ്ണന് ഉണ്ണിയപ്പം, കൃഷ്ണൻ ഉണ്ണിയപ്പം. ഇതാണ് നമ്മൾ കണി വയ്ക്കുമ്പോൾ കണ്ണന് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് കേട്ടോ. രാവിലെ വിളക്കെത്തിക്കാൻ നേരത്ത് അമ്മ എടുത്ത് കൃഷ്ണന് അടുത്തേക്ക് വെച്ചിട്ട് വിളക്കെത്തിക്കും. അപ്പോൾ നമുക്കിന്ന് കണി ഒരുക്കാം. ഇവിടെയാണ് കണി വയ്ക്കാൻ പോകുന്നത്. ആദ്യം ഇവിടെ ഒന്ന് നേരത്തെ വിളക്ക് വെച്ചിട്ട് ഇവിടെ തിരി വീണിട്ടൊക്കെ ഉള്ള ഇതുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ഇവിടെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നാളെ നമുക്ക് വിഷു കണിയും വിഷു ദിവസമുള്ള വീഡിയോയും നാളെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി ആയ വീഡിയോ, ഒത്തിരി ലെങ്ത് ആയി. അപ്പോൾ നാളെ വിഷു കണിയായിട്ട് കാണാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.